ഒരു ദിവസം എത്ര തരം ആൾക്കാരാണ് വഴിവക്കിൽ കണ്ടുമുട്ടാറുള്ളത്? പല ഭാഷ സംസാരിക്കുന്നവർ, പല ദേശക്കാർ, പല സ്വഭാവമുള്ളവർ. അങ്ങനെ ഒരു വഴിവക്ക്. എന്താണ് ഇവിടെ നടക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. മാമ, എന്നെ മനസ്സിലായോ? ഞാൻ അനൂപ്, വടക്കെടുത്ത ദിവാറിൻ്റെ മോൻ അനൂപ്. മനസ്സിലായോ? ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. മാമനെ കണ്ടിട്ട് നിന്നാ, എത്ര നാളായി കണ്ടിട്ട്. ശരി മാമ, പോട്ടെ. എളിമ, വിനയം, കൃത്യനിഷ്ഠ. ഈശ്വര, ഫിറ്റായിരുന്ന. ഇത് മൂന്നും ഒരു മനുഷ്യന് വേണം. അത് വേണം. നിന്റെ പേരെന്താന്ന് പറഞ്ഞ? അനൂപ്. ഇപ്പം ഞാനാരാ? എൻ്റെ അച്ഛൻ്റെ സുഹൃത്ത്. നിന്റെ അച്ഛനാരാ? എൻ്റെ അച്ഛൻ കിഴക്കെടുത്ത് ദാമോദരൻ. കിഴക്കെടുത്ത ദാമോദരനെ ഇന്നലെ ഞാൻ കണ്ടോളൂ. അയ്യോ, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 4 വർഷമായി. ആണോ? എന്നാൽ ഞാൻ ഇന്നലെ കണ്ടത് ആരെ? അതെനിക്കെങ്ങനെ അറിയാം? എനിക്ക് അത്യാവശ്യം. നിൽക്കട അവിടെ. അപ്പൊ നിന്റെ അച്ഛൻ്റെ ഞാൻ ആരാ? ആത്മസുഹൃത്ത്. അല്ല, എളിമ, വിനയം, കൃത്യനിഷ്ഠ, ഫിറ്റ്. ഇത് മൂന്നുമുള്ള സുഹൃത്ത്. നീ ഇപ്പൊ എവിടെ പോണെന്ന് പറഞ്ഞാൽ? ഞാൻ ഇന്റർവ്യൂവിന് പോണു. ഇന്റർവ്യൂവിന് പോകണം. ശരി, പോട്ടെ. പോവാൻ വരട്ടെ. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോണം. ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. ഇല്ല, അത് പോരാ. ഇല്ല, ഞാൻ പ്രിപ്പയർ ചെയ്തു. പണ്ടത്തെ ഇന്റർവ്യൂ അല്ല ഇപ്പോഴത്തെ ഇന്റർവ്യൂ. അയ്യോ, ജോലിയായി, ഫിറ്റാ. നീ പോവല്ലേ? പോകുന്നില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാം. അല്ല, അത് അവര് ചോദിച്ചോളൂ. അത് അവര് ചോദിച്ചു. ഞാൻ ചോദിക്കാം. എനിക്ക് അത്യാവശ്യമുണ്ട്. അല്ല, ചോദിച്ചോ. നെല്ലിന്റെ പുത്രന് തലയില്ല, ആരാ? എന്തെന്ന്? ആരെങ്കിലും പറ. നെല്ലിന്റെ പുത്രന് തലയില്ല. നെല്ലിന്റെ പുത്രന് തലയില്ല. എനിക്കറിയില്ല. അറിയില്ല. നെൽസൺ മണ്ടേല. അതെങ്ങനെ? നെൽസൺ മണ്ടയില്ല. മണ്ടയുണ്ട്, മാമന് മണ്ട. നിനക്കില്ല. എനിക്കുണ്ട്. അടുത്ത ചോദ്യം പിടിച്ചോ. എലിസബത്ത് ടൈലർ തയ്യക്കട തുടങ്ങിയത് അവിടെ. എലിസബത്ത് ടൈലർ നടിയാ, തയ്യക്കാരി അല്ല. അത് നിനക്ക്. എനിക്കറിയാവുന്ന എലിസബത്ത് തയ്യക്കട തുടങ്ങിയത് വളാഞ്ചേരി. എവിടെ? വളാഞ്ചേരി. നോട്ട് ദി പോയിന്റ്. നോട്ട് ചെയ്തു. അടുത്തത്, ഷാജഹാൻ മുംതാസ് പണി കഴിപ്പിച്ചത് ആർക്ക് വേണ്ടി? എന്തെന്ന്? ഷാജഹാൻ മുംതാസ് പണി കഴിപ്പിച്ചത് ആർക്ക് വേണ്ടി? മാമ, ക്വസ്റ്റ്യൻ തെറ്റി. അങ്ങനെയല്ല. പിന്നെ ഷാജഹാൻ താജ്മഹൽ പണിയിച്ചത് ആർക്ക് വേണ്ടി? അത് പഴയ ഷാജഹാൻ, ഇത് പുതിയ ഷാജഹാൻ. പറ. നീ പറഞ്ഞിട്ട് പോടാം. പറഞ്ഞിട്ട് പോകാം. എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ? മാമ പറ. എനിക്കറിയില്ല, നിനക്കറിയാമെങ്കിൽ അറിഞ്ഞിരിക്കാന്ന് വിചാരിച്ചു പറഞ്ഞതാ. അതിരിക്കട്ടെ. നീ ഇപ്പൊ എവിടെ പോണേ? ഞാൻ ഇന്റർവ്യൂവിന്. നിനക്ക് എന്റെ അനുഗ്രഹം വേണ്ടേ? അയ്യോ, മാമന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും വേണം. നിനക്ക് ഈ ജോലി കിട്ടാതെ നീ ചെവിയിൽ ചെമ്പരത്തി പൂ വെച്ച് നിന്റെ കുടുംബം കുത്തുപാളയെടുത്ത് നശിച്ച് നാറാണക്കല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. നീ നന്നായി വരും. നന്നായി വരും. ശരി മാമ. നിനക്ക് പോവാൻ വരട്ടെ. നിനക്ക് എത്ര മണിക്ക് ഇന്റർവ്യൂ? 10 മണിക്ക്. ഇപ്പൊ സമയം എത്രയായി? 9:50. നീ എങ്ങനെ പോകും? ഞാൻ ഓട്ടോറിക്ഷ പോകും. ഓട്ടോറിക്ഷ പോയി എത്ര മണിക്ക് അവിടെ എത്തും? അവിടെ എത്തുമ്പോ 10:10 ആവും. അപ്പൊ നിനക്ക് എത്ര മണിക്ക് ഇന്റർവ്യൂ? 10 മണിക്ക്. ഈശ്വര, എന്തിനാ അടിച്ചേ? എടാ, 10 മണിക്ക് ഇന്റർവ്യൂ ഉള്ള നീ എന്നെ ഇവിടെ വിളിച്ചു നിർത്തി പ്ലാങ്ങി സമയം കളയേണ്ട ആവശ്യമുണ്ടോ? എന്തെന്ന്? എളിമ, വിനയ, കൃത്യനിഷ്ഠ. എന്തെന്ന്? എളിമ, വിനയം, കൃത്യനിഷ്ഠ. കൃത്യനിഷ്ഠയ്ക്ക് നല്ല കടുപ്പം. പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ പിള്ളേരാ. ഇതെന്താ ഫാഷൻ വരയിടോ? കുറെ നേരമായില്ലോ. പിന്നെന്താ സംഭവിച്ചേ? ഒരു റോട്ടിൽ നിന്ന് എന്തൊക്കെ കാണേണ്ടി വരും. കർത്താവേ, ഇവിടെ എന്തൊരു മദ്യത്തിൻ്റെ മണം. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? വാളയാർ ചെക്ക് പോസ്റ്റിലോ? അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാര്? പത്രോസോ? പത്രോസേ,
നിന്നെ കാണുമ്പോൾ മുഴുവൻ നീ 24 ഹവേഴ്സ്, അല്ലെങ്കിൽ 24 മണിക്കൂർസ്, അല്ലെങ്കിൽ 24 ഇറംസ്, ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കച്ചോ. നീ ഫുൾ ടൈം തണ്ണിയാണല്ലോ പത്രോസേ. നീ എന്തിനാണ് ഇങ്ങനെ മദ്യപിച്ച് നടക്കുന്നത്? എന്ത് കാര്യത്തിലാണ് നീ ഇങ്ങനെ മദ്യപിച്ച് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണത്തിലേക്ക് നീ പതുക്കെ പതുക്കെ നടന്നെടുക്കുകയാണ്. ആയിക്കോട്ടെ, ആർക്കാ മരിക്കാൻ ഇത്ര ധൃതി? പതുക്കെ പതുക്കെ മതി. പത്രോസേ, നീ എനിക്ക് പാരയാകുന്നു. പത്രോസ് പാറയാണച്ചോ, പാറ. പത്രോസേ, ഞായറാഴ്ച ദിവസമെങ്കിലും നിനക്ക് പള്ളിയിൽ വരുമ്പോൾ വെള്ളമടിക്കാതെ വന്നുകൂടെ? അച്ഛൻ തന്നെയല്ലേ അതിന് കാരണക്കാരൻ. ഞാൻ എന്ത് ചെയ്തു? അച്ഛനല്ലേ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ വെച്ച് വിളിച്ചു പറഞ്ഞത് പള്ളിയിൽ വരുമ്പോൾ വെള്ളമുണ്ടായിരിക്കണമെന്ന്. എടാ മഹാഭാവി, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ വരുമ്പോൾ ജീൻസും പാൻസും ഇട്ട് കഴിഞ്ഞാൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വെള്ളമുണ്ടായിരിക്കണം ഉടുത്തുകൊണ്ട് വരേണ്ടത്, അല്ലാണ്ട് വെള്ളമുണ്ടായിരിക്കണം എന്നല്ല. ഈശ്വരന്മാരെ, ഞാൻ തെറ്റിദ്ധരിച്ചു. പിന്നെ ആലീസിനും കുഞ്ഞുങ്ങൾക്ക് സുഖമല്ലേ? സുഖമാണച്ചോ. എൻ്റെ അന്വേഷണം പറഞ്ഞേക്കോ. അച്ഛൻ്റെ അന്വേഷണം അവിടെ വേണ്ട, അവിടെ അന്വേഷിക്കാൻ ഞാനുണ്ട്. അച്ഛൻ പല പള്ളികളിലും ഇതുപോലെ നല്ല വികാരിയായിട്ട് അന്വേഷിച്ചത് എനിക്കറിയാം. പത്രോസ്, നീ എനിക്ക് വീണ്ടും ഭാര്യയാകുന്നു. എളിമ, വിനയ, കൃത്യനിഷ്ഠ, ഇത് മൂന്നുമുള്ള മനുഷ്യനെ ഞാൻ. അത് നിനക്ക് മൂന്നുമുണ്ട്, എനിക്കറിയാം. ഞാൻ പറയട്ടെ പത്രോസേ, നിന്റെ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞായിരുന്നു? പണി തീർന്നച്ചോ. ഞാൻ 24 ഹവേഴ്സ് കർത്താവിനോട് അല്ലെങ്കിൽ ജീസസിനോട് അല്ലെങ്കിൽ ഒടേ തമ്പുരാനോട് ഞാൻ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കും, നിന്റെ വീടിന്റെ പണി കഴിയണമേ. എൻ്റെ ഇടവകയിലുള്ള ആളല്ലേ. പണി തീർന്നു? പണി തീർന്നച്ചു. ഇന്നലത്തെ രാത്രിയിലത്തെ കാറ്റിലും മഴയിലും എൻ്റെ വീടിന്റെ പണി തീർന്നു. പൊന്നച്ചോ, ദയവ് ചെയ്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. പത്രോസേ, നിന്റെ മകൻ ഗൾഫിലാണെന്ന് പറഞ്ഞ് കത്തുകളൊക്കെ വരാറുണ്ടോ? എൻ്റെ അച്ചോ, അവൻ ഗൾഫിൽ പോയിട്ട് അവന് കഷ്ടപ്പാടാണച്ചോ. എന്തു പറ്റി അവന്? അവന് തീറ്റയൊന്നും കൊടുക്കണില്ല. അവര് തീറ്റ കൊടുക്കണില്ല. തീറ്റ കൊടുക്കുന്നില്ലയോ? രാവിലെ ഒരു കൂട് കപ്പലണ്ടി കൊടുക്കും, ഉച്ചയ്ക്ക് 2 പഴം കൊടുക്കും, വൈകുന്നേരം 2 ബിസ്ക്കറ്റും കൊടുക്കും. ഓ, അത് ശരി. അതെന്ത് പറ്റി അവൻ? അവിടെ എന്താണ് ജോലി അപ്പോൾ? അച്ചോ, ട്രാവൽ ഏജൻസിക്കാർ പറ്റിച്ച പണിയാണച്ചോ. ട്രാവൽ ഏജൻസിക്കാർ എന്ത് ചെയ്തു? ഒരു കുരങ്ങിന്റെ വിസയിലാണച്ചോ അവനെ അങ്ങോട്ട് കയറ്റി അയച്ചേ. അവൻ കാഴ്ച ബംഗ്ലാവിലാണോ? അതെ അച്ചോ. അത് നിനക്ക് അങ്ങനെ തന്നെ, നിന്റെ മകനല്ലേ അങ്ങനെ സംഭവിക്കൂ. അതിരിക്കെ അച്ഛനെ എങ്ങടാ കെട്ടിയെടുക്കണേ? ഞാൻ കടമറ്റത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. കടമറ്റത്തേക്ക് പോകാനുള്ള വഴി എനിക്കറിയില്ല. അപ്പൊ നിന്നോട് ചോദിച്ചിട്ട് റൂട്ട് മനസ്സിലാക്കി പോകാൻ വേണ്ടി. കടമറ്റത്ത് എന്താ പരിപാടി? അവിടെ പോയിട്ട് എനിക്കൊരു പ്രഭാഷണമുണ്ട്. എന്താണ് അച്ചോ വിഷയം? അവിടെ പോയിട്ട് അവിടെ കടമറ്റം പള്ളിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിലേക്കുള്ള വഴി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ കടമറ്റം പള്ളിയിലേക്ക് പോകുന്നത്. ആ വഴി എനിക്കൊന്ന് പറഞ്ഞു നീ തരണം. നീ എന്താ ചിരിക്കുന്നത്? കടമറ്റം പള്ളിയിലേക്ക് പോകാനുള്ള വഴി അറിയാൻ പാടില്ലാത്ത കത്തനാര സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ പോണു. പത്രോസേ, നീ വീണ്ടും എനിക്ക് പാരയാകുന്നു. ആട്ടെ, നിന്റെ കൂട്ടുകാരൊക്കെ എവിടെയാണ്? തോമ എവിടെയാണ്? അവൻ ഷാപ്പിലിരുന്ന് 3 നേരം മുക്കറ്റം കുടിക്കണ്ട അച്ചോ. അതെ, അവൻ നിന്റെ കൂട്ടുകെട്ടാണ് നിന്നെ ശാപത്തിലേക്ക് നയിക്കുന്നത്. ആ തോമയെ കാണുമ്പോൾ എന്റെ വിവരം അന്വേഷിക്കണം. ഞാൻ അവനെ കണ്ടു കിട്ടിയാൽ കുർബാനയ്ക്ക് ഞാൻ കല്ലിനിടിച്ചു കൊല്ലും ഞാൻ അവനെ. അവൻ എന്ത് തെറ്റാണച്ചോ അച്ഛൻ്റെ അടുത്ത് ചെയ്തേ? നമ്മുടെ പള്ളിയിലുള്ള കുമ്പസാരക്കൂട് എന്തിനു വേണ്ടിയുള്ളതാണ്? അയ്യോ, കുമ്പസാരക്കൂട്. അതെ, നമ്മൾ പാവങ്ങൾ ചെയ്യുമ്പോ നമ്മൾ കുമ്പസാരക്കൂട്ടിൽ വന്ന് മനസ്തപിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമല്ലേ കുമ്പസാരക്കൂട്? അതെ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്ന സ്ഥലമല്ലേ. മദ്യപാനിയും കുടിയനുമായ കശ്മലിനും നീചനുമായ നിനക്കതറിയാം, പക്ഷെ ആ തോമയ്ക്ക് അതറിയില്ലായിരുന്നു. തോമ എന്ത് ചെയ്തച്ചോ? തോമ പള്ളിയിൽ വന്നിട്ട് കുമ്പസാരക്കൂട് ഒരു മൂത്രപ്പുരിയാക്കി മാറ്റി. എൻ്റെ അച്ചോ എന്ന കെണിഞ്ഞ് അവൻ ഷാപ്പിലിരുന്ന് പറയണ്ടായിരുന്നു, എനിക്ക് കുമ്പസാരിക്കാൻ മുട്ടണു, ഞാൻ ഇപ്പൊ തന്നെ പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് ഓടിയിട്ടുണ്ട്. കർത്താവിന്റെ പുതിയ കുമ്പസാരക്കൂടും അവൻ എന്റെ മൂത്രപ്രിയാക്കുന്നു. ഈ അച്ഛൻ്റെ കാര്യം എന്ത് ചെയ്യും? ഇത് കുറെ നേരമായില്ല തുടങ്ങിയിട്ട്. ഹലോ, ബൈ, ഇങ്ങോട്ട് വന്നേ. ഇതെന്താ പരിപാടി? എന്റെ പൊന്നു ചേട്ടാ, നേരം വെളുത്തപ്പോ തുടങ്ങി ഈ സാധനത്തിന്റെ പുറകെ നടക്കണ ഒന്ന് വളയ്ക്കാൻ വേണ്ടിട്ട്. ഇതിനൊന്ന് വളച്ചടുക്കണം. അത്രയല്ലേ ഉള്ളൂ. നിനക്ക് സാധിച്ചില്ല. എനിക്ക് സാധിച്ചില്ല. ഈ ആശാൻ സാധിച്ചു തരാം. ചേട്ടൻ ഒന്ന് പറഞ്ഞു തന്നാ മതി, ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു തരാം. വേണ്ട, ഞാൻ സാധിച്ചു തരാം. ഓക്കെ. ഹലോ മാഡം, ഹൗ മച്ച്? 30 dirhams. ചേട്ടാ